ഇംഗ്ലണ്ടിലെ ചരിത്രമുറങ്ങുന്ന വീഥികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബക്കിംഗ്ഹാം പാലസ്, അതുപോലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനിൽ ഒരാളായ വില്യം ഷേക്സ്പിയറുടെ വീട്, അതുപോലെ ലോക വൈജ്ഞാനിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ച ന്യൂട്ടൻ്റെ ആപ്പിൾ മരം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ വിദ്യാർത്ഥി സമൂഹത്തിന് ഒത്തിരി ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ യാത്ര, ഇംഗ്ലണ്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ഇംഗ്ലണ്ടിലെ മ്യൂസിയം ആർട്ട് ഗാലറിക്കടുത്ത് വിക്ടോറിയ സ്ക്വയർ എന്ന പ്രശസ്തമായ സ്ഥലമാണിത്. യൂണിവേഴ്സിറ്റി കോളേജ് ബർമിംഗ്ഹാമാണ് ദൂരെയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ്. ഇംഗ്ലണ്ടിലെ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ കവാടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ലിവർപൂൾ തുടങ്ങിയ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകൾ, അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടാം. അടുത്ത ദിവസങ്ങളിലുള്ള എൻ്റെ യാത്ര നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളും ആ സ്റ്റേഡിയങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ സ്ക്വയറിനടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുഷ്പങ്ങൾ കാണുമ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡഫഡൈൽസ് ഓർത്തു പോവുകയാണ്. ഡഫഡൈൽസ് എന്നുള്ള പുഷ്പങ്ങളും ഡഫഡൈൽസ്
കവിതയും. ആ പുഷ്പങ്ങളിലേതെങ്കിലും ഒന്ന് ഇതാണോ, ഈ പുഷ്പമാണോ എന്ന് എൻ്റെ മനസ്സ് സംശയിക്കുന്നു. പക്ഷെ എനിക്കറിയില്ല ആ ഡഫഡിൽസ് പുഷ്പം ഏതാണെന്ന്. എങ്കിലും വ്യത്യസ്തങ്ങളായ ഈ പുഷ്പങ്ങളിൽ ഞാനത് അന്വേഷിക്കുകയാണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡഫഡിൽസ്. മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള ജലധാരയിൽ പക്ഷി അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്ന് ആസ്വദിക്കുകയാണ്. നമ്മളൊക്കെ ചരിത്ര ഏടുകളിൽ പരിചയപ്പെട്ട വാട്ടർലൂ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇതും വിക്ടോറിയ സ്ക്വയറിനടുത്ത് തന്നെ. ന്യൂ ഓക്സ്ഫോർഡ് ഹൗസ് നിങ്ങൾക്ക് ദൂരെ കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുകയാണ് വിക്ടോറിയ സ്ക്വയറിനടുത്ത് മുഴുവനും. പച്ച പിടിച്ച പ്രദേശങ്ങളാണ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മരങ്ങളും ചെടികളും പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇംഗ്ലണ്ട്. പക്ഷികളുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള കാഴ്ചകളിലൂടെ നമ്മൾ നീങ്ങുകയാണ്. പ്രശസ്തമായ ഇംഗ്ലണ്ടിലെ വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള സ്റ്റാച്ചു ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള മനോഹരങ്ങളായ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിക്ടറി സ്റ്റാൻഡിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിന്നസിനെ ആദരിക്കുന്ന വിക്ടറി സ്റ്റാൻഡിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയ സ്ക്വയറിന് തൊട്ട് കിടക്കുന്ന ബിൽഡിങ് അവിടെ എഴുതി വച്ചിരിക്കുന്ന ചാമ്പർലൈൻ സ്ക്വയർ എന്നാണ്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇംഗ്ലണ്ടിലെ മ്യൂസിയവും ആർട്ട് ഗാലറിയും ഉള്ളത്.
ചരിത്ര പ്രാധാന്യമുറങ്ങിക്കിടക്കുന്ന ഇംഗ്ലണ്ടിലെ ഓരോ വഴികളും വിദ്യാർത്ഥികൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടാൻ കഴിയുമ്പോൾ അത് അവർക്ക് അവരുടെ വൈജ്ഞാനിക മേഖലകളിലുള്ള മുന്നേറ്റത്തിനും പ്രചോദനാത്മകമായ ചിന്തകൾ ഉണർത്തുന്നതിലും പങ്കുവഹിക്കുന്നു എന്ന് അറിയാൻ കഴിയുമ്പോൾ ഏറെ സന്തോഷം. ഇംഗ്ലണ്ടിലെ എല്ലാ മേഖലകളും ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകിച്ച് 2026 ഫിഫ വേൾഡ് കപ്പ് അമേരിക്ക, മെക്സിക്കോ, കാനഡയിൽ വെച്ച് നടക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഫുട്ബോൾ ശക്തമാണ്. പക്ഷേ നിർഭാഗ്യം കൊണ്ടോ മറ്റോ പലപ്പോഴും വേൾഡ് കപ്പ് ഫൈനലിലെത്താനോ മറ്റ് പ്രധാന മേജർ ടൂർണമെൻറ്റുകളിൽ കപ്പ് നേടാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ഇംഗ്ലണ്ട് പതറിപ്പോകുന്നുണ്ട്. എങ്കിലും ഏറ്റവും ശക്തമായ പരിശീലനത്തിലൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള അവരുടെ ശ്രമം തുടരുകയാണ്. ഇംഗ്ലണ്ട് ടീം അംഗങ്ങളെയും ഇംഗ്ലണ്ടിലെ സ്റ്റേഡിയങ്ങളെയും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇതുപോലെ പരിചയപ്പെടാം. അനവധി ഫുട്ബോൾ ഗ്രൗണ്ടുകൾ സുലഭമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ UK വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഗെയിംസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഗ്രൗണ്ടുകളാണ്, പച്ച പിടിച്ച ഗ്രൗണ്ടുകൾ, പച്ചപ്പുൽ മൈതാനമുള്ള ഗ്രൗണ്ടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇംഗ്ലണ്ടിൽ. അതുപോലെ സ്റ്റേഡിയങ്ങളും നിരവധി ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ സ്റ്റേഡിയങ്ങളാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഈ സ്റ്റേഡിയങ്ങളിലേക്കുള്ള യാത്രയിൽ നമുക്കൊരു സ്റ്റേഡിയം പരിചയപ്പെടാൻ വളരെ നല്ല കാഴ്ചകളായി നമുക്ക് യൂണിവേഴ്സിറ്റികളെയും കാണാം. കാരണം ലോക റാങ്കിങ്ങിൽ ഉയർന്നു നിൽക്കുന്ന നിരവധി യൂണിവേഴ്സിറ്റികളാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടക്കം നിരവധി യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികൾ, അവിടുത്തെ മറ്റ് ക്യാമ്പസ് വിശേഷങ്ങൾ, അതുപോലെ സ്പോർട്സിന്, ഗെയിംസിന് അവർ നൽകുന്ന പ്രാധാന്യം, അതിൻ്റെ സജ്ജീകരണങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദങ്ങൾ, അങ്ങനെ ചർച്ചകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇംഗ്ലണ്ടിനെ, UK നമുക്ക് പരിചയപ്പെട്ടാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ. പഴയ കാര്യങ്ങൾ, കലാരൂപങ്ങൾ, കരകൗശല രൂപങ്ങളൊക്കെ പഴയത് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നത് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇംഗ്ലണ്ട് ഭരണഘടനയിൽ ഇന്നും പ്രാധാന്യത്തോടെ നിൽക്കുകയാണ് രാജാവ്, രാജ്ഞി, രാജകുമാരൻ തുടങ്ങിയ പദങ്ങൾ. അതുപോലെ ബക്കിംഗ്ഹാം പാലസൊക്കെ ഇത് പാരമ്പര്യത്തിൻ്റെ, പഴമയുടെ, അവ നിലനിർത്താനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ സിംബലായിട്ടാണ് തോന്നുന്നത്. ഇവരെയും ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയുമൊക്കെയും ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതലായി പരിചയപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലണ്ടിലെ ലൈബ്രറികൾ.
നിരവധി പുസ്തകങ്ങളുടെ കളക്ഷൻസ് ഉള്ള ലൈബ്രറികൾ, പാർക്കുകൾ തുടങ്ങിയവയും നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടാൻ കഴിയും. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സാഹിത്യങ്ങളാണ് ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ. വില്യം വേർഡ്സ്വർത്ത്, ഷേക്സ്പിയർ, കീറ്റ്സ്, ഷെല്ലി, നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷെല്ലി, കീറ്റ്സ്, അങ്ങനെ നിരവധി സാഹിത്യകാരന്മാരുടെ സാഹിത്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഇംഗ്ലീഷ് സാഹിത്യ ലോകവും വരുന്ന ദിവസങ്ങളിൽ അവരുടെയൊക്കെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളും ലൈബ്രറികളുമൊക്കെയും നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായി പരിചയപ്പെടാം. ഇതൊക്കെയും വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നേറാനുള്ള അടിത്തറയായി തീരും എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. മറ്റൊന്ന്, ന്യൂസ് മേഖലകളിൽ, ചാനൽ മേഖലകളിൽ ഏറ്റവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന BBC ന്യൂസ് ഓഫീസുകളിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. BBC ന്യൂസ് ഓഫീസുകളും അവിടെയുള്ള വിശേഷങ്ങളും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാനുള്ള മറ്റ് കാര്യങ്ങളാണ്. ICC സിംഫണി ഹാളാണ് ദൂരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ലൈബ്രറി. അതിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇംഗ്ലണ്ടിലെ ലൈബ്രറി ഓഫ് ബർമിംഗ്ഹാം. അതിൻ്റെ കവാടത്തിനടുത്താണ് നമ്മളുള്ളത്. ബർമിംഗ്ഹാമിലെ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഓതേഴ്സിൻ്റെ പേരുകൾ, അങ്ങനെ ആ പുസ്തകങ്ങളുടെ ശേഖരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനിക മേഖലകളെ, ലൈബ്രറിയെ, സ്പോർട്സിനെ, ഗെയിംസിനെ, യൂണിവേഴ്സിറ്റികളെ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ
കാഴ്ചകളാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വില്യം ഷേക്സ്പിയർ വൈജ്ഞാനിക മേഖലകളിലെ വളർച്ചയിലൂടെ ഭൂമിയിലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാനാകാൻ കഴിയുമെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഇംഗ്ലണ്ട്. യൂണിവേഴ്സിറ്റി പഠന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ വിദ്യാർത്ഥി സമൂഹം അവരുടെ റെഫറൻസസ് ചെയ്യാൻ വേണ്ടി കൂടി ഈ ലൈബ്രറി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. യാത്രാ സഞ്ചാര മേഖലകളെ മനോഹരമായി അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലേത്, ഏഷ്യയിലേത്, അതുപോലെ യൂറോപ്പിലേത്, മറ്റ് എല്ലാ മേഖലകളിലെയും യാത്രാ പുസ്തകങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് പുസ്തകങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിലേക്ക് African and Caribbean people in Britain, a history. East West Street, Fashion on the Ration, Migrant തുടങ്ങിയ നിരവധി പുസ്തകങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറിയുടെ അടുത്ത മുകൾ ഭാഗത്തേക്കുള്ള അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എസ്കലേറ്ററിലൂടെ കയറുകയാണ്. മുകളിലേക്ക്
വീണ്ടും മുകളിലേക്ക്, അങ്ങനെ അങ്ങനെ ലൈബ്രറിയുടെ ഏരിയകൾ, ഭാഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് ലൈബ്രറിയുടെ. ഇവിടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജസ് എന്ന് വ്യത്യസ്തങ്ങളായ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ലൈബ്രറിയുടെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് യാത്ര പോകാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈബ്രറിയുടെ രണ്ടാമത്തെ ഫ്ലോറിലാണ്. ആദ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, പിന്നീട് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. റിലീജിയൻ എത്തിക്സ്, മതങ്ങളെപ്പറ്റിയുള്ള പുസ്തകങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ആങ്കർ ബൈബിൾ ഡിക്ഷണറി, ദ എൻസൈക്ലോപീഡിയ ഓഫ് ഇസ്ലാം ന്യൂ എഡിഷൻ, ന്യൂ കത്തോലിക് എൻസൈക്ലോപീഡിയ, മോഡേൺ ഇസ്ലാമിക് വേൾഡ് തുടങ്ങിയ പുസ്തകങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ലൈബ്രറിയുടെ മൂന്നാമത്തെ നിലയിലേക്കാണ് നമ്മളിപ്പോൾ എസ്കലേറ്ററിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള പുസ്തകങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ജോബ് ലൈബ്രറി എന്ന ഒരു ഭാഗത്താണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ ഡ്രൈവിംഗ് സ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡ്രൈവിംഗ് സ്കില്ല്, മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഏരിയയിലുള്ള പുസ്തകങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. മൂന്നാമത്തെ നിലയും കഴിഞ്ഞ് നാലാമത്തെ നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. ലൈബ്രറിയുടെ നാലാമത്തെ നിലയിലേക്ക്. ഇവിടെയൊക്കെയും പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും.
പുസ്തകങ്ങളെയും വൈജ്ഞാനിക മേഖലകളെയും യൂണിവേഴ്സിറ്റികളെയും സ്പോർട്സിനെയും ഗെയിംസിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രാജ്യമായിട്ടാണ് ഇംഗ്ലണ്ട് അനുഭവപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വില്യം ഷേക്സ്പിയർ വീണ്ടും. ഒമ്പതാം നിലയിലുള്ള ഷേക്സ്പിയർ മെമ്മോറിയൽ റൂമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറിയുടെ 9-ാം നിലയാണിത്. ഇതാണ് വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ റൂം. വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ റൂമിൽ നിന്ന് ലൈബ്രറിയുടെ 9-ാം നിലയിൽ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ കാഴ്ചകളാണ്. ഇംഗ്ലണ്ടിനെ കാണുന്ന അവസ്ഥയാണ്. ഈ 9-ാം നിലയത്തിൽ നിന്നും ഇംഗ്ലണ്ട് എങ്ങനെ എന്ന ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.